ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം പ്രവചിച്ച് DB ലൈവ് എക്സിറ്റ് പോൾ. വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. വിഷ്ണു, ഇതാദ്യമായാണ് വിഭിന്നമായ ഒരു എക്സിറ്റ് പോൾ പ്രവചനം. DB ലൈവ് എന്തൊക്കെയാണ് പ്രവചിക്കുന്നത്? വിനീഷ, എല്ലാ എക്സിറ്റ് പോളുകളും ഇപ്പോൾ NDAക്ക് ഒരു തുടർഭരണം, മൂന്നാം തവണയും തുടർഭരണമാണ് പ്രവചിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായാണ് ദേശബന്ധു പത്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള DB ലൈവിൻ്റെ എക്സിറ്റ് പോൾ പ്രവചനം പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ DB ലൈവിൻ്റെ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ സഖ്യം 255 മുതൽ 290 സീറ്റുകൾ വരെ നേടുമെന്നാണ്. അതേസമയം NDA 207 മുതൽ 241 സീറ്റുകളിലേക്ക് ചുരുങ്ങും എന്നതാണ് DB ലൈവ് ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ NDAക്ക് 46 മുതൽ 48 സീറ്റ് വരെ മാത്രമായിരിക്കും ഇത്തവണ ലഭിക്കുക എന്നതാണ് ഒരു പ്രവചനം വരുന്നത്. പക്ഷേ ഇതിന് മുന്നേ വന്ന മറ്റ് എക്സിറ്റ് പോളുകളൊക്കെ തന്നെ ഉത്തർപ്രദേശിൽ BJPക്ക് വലിയ ഒരു മുൻതൂക്കം, 70 സീറ്റിലധികം വരുന്ന ഒരു മുൻതൂക്കമൊക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷേ DB ലൈവിൻ്റെ എക്സിറ്റ് പോളിൽ ഉത്തർപ്രദേശിൽ NDAക്ക് 46 മുതൽ 48 സീറ്റ് വരെ മാത്രമാണ് പ്രവചിക്കുന്നത്. ഇന്ത്യ മുന്നണി 32 മുതൽ 34 സീറ്റ് വരെ നേടുമെന്നും DB ലൈവ് പ്രവചിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാകും എന്ന പ്രവചനം തന്നെയാണ് DB ലൈവിൻ്റെ എക്സിറ്റ് പോൾ പറയുന്നത്. ഈ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി 28 മുതൽ 30 സീറ്റ് വരെ നേടുമെന്നാണ് എക്സിറ്റ് പോളിൽ വ്യക്തമാക്കുന്നത്. കർണാടകയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിനാണ് ഒരു മുൻതൂക്കം പ്രവചിക്കുന്നത്. കോൺഗ്രസ് 18 മുതൽ 20 സീറ്റ് വരെ നേടുമെന്നാണ് DB ലൈവിൻ്റെ ഒരു പ്രവചനം. കർണാടകയിൽ നമ്മൾ കണ്ടതാണ് മറ്റ് എക്സിറ്റ് പോളുകളെല്ലാം തന്നെ കർണാടകയിൽ അവിടെ BJPക്കാണ് വലിയൊരു മുൻതൂക്കം നൽകുന്നത്. കർണാടകയിൽ BJP ഇത്തവണ വലിയ മുൻതൂക്കം നൽകുമെന്ന് മറ്റ് എക്സിറ്റ് പോളുകൾ പറയുമ്പോഴാണ് DB ലൈവ് അവിടെ കർണാടകയിൽ കോൺഗ്രസിനാണ് മുൻതൂക്കമെന്ന കൃത്യമായി തന്നെ പ്രവചിക്കുന്നത്. ബീഹാറിലും ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം തന്നെയാണ് DB ലൈവ് എക്സിറ്റ് പോളിൽ പ്രവചിക്കുന്നത്. 24 മുതൽ 26 സീറ്റ് വരെ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണി നേടുമെന്നും NDAക്ക് 14 മുതൽ 16 സീറ്റ് വരെ മാത്രമായിരിക്കും ബീഹാറിൽ ഇത്തവണ ഉണ്ടാവുക എന്നതാണ് DB ലൈവിൻ്റെ ഒരു പ്രവചനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള പ്രവചനം വരുന്നുണ്ട്. പിന്നീടുള്ളത് രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ഇത്തവണയും BJPക്ക് തന്നെയായിരിക്കും ഒരു മുൻതൂക്കം എന്നതാണ് DB ലൈവിൻ്റെ എക്സിറ്റ് പോളിൽ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് UDF 16 മുതൽ 18 സീറ്റ് വരെയും LDF 3 സീറ്റ് വരെ നേടുമെന്നും BJPക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുമാണ് DB ലൈവ് ഒരു എക്സിറ്റ് പോൾ പ്രവചനം നടത്തുന്നത്. എന്തായാലും ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളിൽ എല്ലാ എക്സിറ്റ് പോളുകളും NDAക്ക് തുടർഭരണം പ്രവചിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവചനം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം നൽകുന്ന ഒരു എക്സിറ്റ് പോളാണ് ദേശബന്ധു എന്ന് പറയുന്ന അരനൂറ്റാണ്ടിലേറെയായി പ്രവൃത്തി പരിചയമുള്ള പത്രത്തിൻ്റെ DB ലൈവ് ഒരു എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയിരിക്കുന്നത്. വിനീഷ, ശരി. ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം പ്രവചിച്ച് DB ലൈവിൻ്റെ എക്സിറ്റ് പോൾ. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്.